എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ സ്വർഗീയ സിയോനിൽ ഇല്ലാത്തവ. വെളിപ്പാട് 21-ാം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം പറയാൻ ആഗ്രഹിക്കുകയാണ്. സിയോനിൽ ഇല്ലാത്തത് മുറവിളി ഉണ്ടാകുകയില്ല. There shall be no more crying. വെളിപ്പാട് 21-5 നമ്മൾ വായിക്കുന്നു. കൂട്ടക്കൊല നിമിത്തം യുദ്ധങ്ങൾ, അപകടം, ഭൂകമ്പം, കൊടുങ്കാറ്റ്, സുനാമി, കൊറോണ, വെള്ളപ്പൊക്കം, ഇങ്ങനെ പ്രകൃതിക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളും ഇന്നത്തെ എത്രയോ ജനലക്ഷങ്ങൾ മുറവിളിയിടുന്നത്. ഇനി നിലവിളി ആ വീതികളിൽ ഉണ്ടാകുകയില്ല. പിന്നീട് വേദന ഉണ്ടാകത്തില്ല. വെളിപ്പാട് 21-5-ലും 4-ലും വായിക്കുന്നു. മനുഷ്യഹൃദയത്തെയും ശരീരത്തെയും നൊമ്പരപ്പെടുത്തുന്ന എത്രയെത്ര സംഭവങ്ങൾ ഇന്ന് ഭൂമുഖത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. രോഗവും പീഡനവും മനുഷ്യൻ്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തുന്നു. നിത്യസിയോനിൽ യാതൊരു വേദനയും ഉണ്ടാകുകയില്ല. പിന്നീട് നമ്മൾ കാണുന്ന അവിടെ മന്ദിരം അവിടെ ഉണ്ടാകുകയില്ല. 21-22 വായിക്കുന്നു. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടും അതിന് മന്ദിരമാവുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ദൈവാലയങ്ങൾ കമനീയമാണ്, നമുക്കറിയാം. ദൈവത്തിൻ്റെ അനുപമ സാന്നിധ്യം അതിലുണ്ടായിരുന്നു. എന്നാൽ നിത്യതയിൽ മന്ദിരമില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവം പൂർണ്ണ ആളത്വത്തിൽ അവിടെ അവരോടുകൂടെ ഉണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് രാത്രിയില്ല. വെളിപ്പാട് 21-25 അതിൻ്റെ ഗോപുരങ്ങൾ പകൽക്കാലത്തെ അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. അതെ, മനുഷ്യന് ഭയം ജനിപ്പിക്കുന്ന രാത്രി അവിടെ ഇല്ല. ഇരുളിനെ മനുഷ്യൻ വെറുക്കുന്നു. രാക്കാലങ്ങളിൽ നടക്കുന്നവർ ഇടറുന്നു. സ്വർഗീയ യെരൂശലേമിൽ നിത്യം പകലാണ്. നിർഭയരായി നമുക്കവിടെ വസിക്കാൻ കഴിയും. അശുദ്ധി അവിടെ ഉണ്ടാകത്തില്ല. വെളിപ്പാട് 21-27 നാം വായിക്കുന്നു. അശുദ്ധനും അശുദ്ധിയും ഇല്ലാത്ത ഒരു നാട്, കള്ളവും കൊള്ളയും ഇല്ലാത്ത നാട്, പാപിയും പാപവും യാതൊരു തിന്മയും അവിടെ ഇല്ല. എല്ലാം വിശുദ്ധവും എല്ലാവരും വിശുദ്ധന്മാരുമാണ്. അവിടെയാണ് യഥാർത്ഥ പുണ്യസ്ഥലം അവിടെയുള്ളത്. പുണ്യവസ്തുക്കൾ അവിടുത്തെ നിവാസികളാണ്, ശരിക്കും പുണ്യവാളന്മാർ. പിന്നീട് നമ്മൾ കാണുന്നത് യാതൊരു ശാപവും ഇല്ല. There shall be no more fear. യെസ്, യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. 22-3 വായിക്കുന്നു. ആദാമിൻ്റെ പാപത്താൽ ഭൂമിയും അതിലുള്ളതൊക്കെയും ശാപമായി തീർന്നു. യേശു ക്രൂശിൽ ശാപം മാറ്റി. അവിടെ യാതൊരു ശാപവും ഇല്ല. ശാപഗ്രസ്തനുമില്ല. അനുഗ്രഹവും അനുഗ്രഹീതരും മാത്രം. ഈ പുതിയ വത്സരക്കാലം പുതിയ യെരൂശലേം പ്രാപിപ്പാൻ, പുതിയ